ഹലോ ഫ്രണ്ട്സ്, DA ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ. എന്താണ്? ഓണം. നമുക്ക് പ്രാവശ്യം ഓണം ഇല്ല കേട്ടോ, ഓണാഘോഷം ഒന്നും ഇല്ല. പക്ഷെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. പഞ്ചുവിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരെ കൂടെ നമ്മള് പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് നേരെ എടക്കരയ്ക്കാണ് പോകുന്നത്. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം. മെയിൻ അതാണ്, കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം. അനിമോൾ തുടങ്ങിയ ആനിമോൾ എന്താ ഉണ്ടാക്കണം? അനിമോളൊന്നും ഇണ്ടാത്ത അനിമോളെ മഞ്ചിങ്ങനെ കഴിച്ചിട്ടാണ് ഈ മിഠായി കഴിക്കണം. അനിമോക്ക് മിഠായി കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് അവിടെ അവരെ വെയിറ്റ് നിൽക്കണം. അവരിപ്പോ വരും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റോട് കൊടുക്കും. അപ്പൊ നമ്മൾ അവരെ വെയിറ്റ് നിൽക്കണം. വഴിയെ കാണിച്ചാ അതാ എവിടെ തട്ടിയത്? ശരി, അതൊക്കെ കൊണ്ടാ പോണത്. ആർക്കും കൊടുക്കാനാ? എല്ലാവർക്കും ഇതുകൊണ്ടോ? അവരെത്തിയപ്പോൾ നമ്മൾ പൂക്കോട്ടുംപാടത്ത് വണ്ടി നിർത്തിയിട്ട് പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വണ്ടിയിലാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ എടക്കര എത്തിയിട്ടുണ്ട്. എടക്കര കളേഴ്സിക്കാണ് നമ്മൾ പ്രാവശ്യം ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അനിമൂക്കും ദേവടിനും മാത്രമേ എടുക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോയതാട്ടോ. അവിടെ എത്തിയപ്പോൾ എൻ്റെ സ്വഭാവന്മാർ ആദ്യം തന്നെ എനിക്ക് എടുക്കാനാണ് പോയത് കേട്ടോ. എനിക്കൊരു പാൻറ്റും ടീഷർട്ടും എടുത്തു. എന്നിട്ടാണ് കുട്ടികൾക്ക് എടുക്കാൻ പോയത് കേട്ടോ. ദേവട്ടന് എടുക്കുന്നതിൻ്റെ ഇടയിൽ അനിമൂക്ക് കച്ചറ ഉണ്ടാക്കിയിട്ട് ആദ്യം അനിമൂക്ക് എടുത്തേ. അപ്പോൾ അവൾക്കൊരു ഡ്രസ്സ് പറ്റി, പിന്നെ അത് ഇട്ടെടുക്കണ്ട്, പിന്നെ അത് ഊരാൻ സമ്മതിക്കണില്ലേ. അനിമൂക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഒരു ബാഗ് കൂടിയും കിട്ടിയപ്പോൾ സന്തോഷമായിട്ട് പിന്നെ അത് ഊരാൻ സമ്മതിക്കില്ല. ഏട്ടത് ആ ഷോപ്പത്തെ പാട്ടിൻ്റെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അനിമൂക്ക് ഞാൻ ഒരു ഡ്രസ്സും കൂടി എടുത്തേ. രണ്ടാക്കും 2 കൂട്ടം ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ദേവൂട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഷാനിമോക്ക് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. പെൺകുട്ടിയൊക്കെ എന്തോരം സെലക്ഷനാണെന്നറിയോ. അങ്ങനെ അവരതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്മമാർക്ക് 2 ചുരിദാർ എടുക്കാൻ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കടയിലുള്ള ആൾക്കാരൊക്കെ പോയി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ പിന്നെ എവിടെ ചെന്നാലും ഇതന്നെ അവസാനം ഞങ്ങൾ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ശോഭികയെ പോയപ്പോൾ ഇതന്നെ അവസ്ഥ കേട്ടോ. അവസാനം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അത് തന്നെയാണ് കേട്ടോ. അവസാനം ഞങ്ങൾ മാത്രമായിട്ട് അങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ബാക്ക് സൈഡിൽ കൂടെ ഉണ്ട് ഇറങ്ങുന്നത്. ഞങ്ങൾ ചെറുതായിട്ട് ഇവിടെ കുടുങ്ങി പോയിട്ടുണ്ട് കേട്ടോ. പോരുന്ന വഴി അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് കേട്ടോ. ആ പെണ്ണിക്ക് എന്താണ് പണി? സോസ് കഴിക്കണ്ടോ? എവിടെ പോയി എന്ന് പോലും കട അടച്ചിട്ടാണ്. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ വേസ്റ്റ് എന്തിനടുത്ത് വെച്ചാല് നമ്മള് കമന്റ് ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മള് ഇപ്പോ എന്താണ് തെരുവട്ടികൾക്കൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തെരുവട്ടികൾക്ക് കൊടുക്കാനുള്ള ഫുഡാണെന്നുള്ളത്. അപ്പോൾ തെരുവട്ടികൾക്ക് ഒന്നും കൊടുക്കാനുള്ള ഫുഡ് നമ്മൾ തെരുവട്ടികൾക്ക് കൊടുക്കുന്ന വീഡിയോ ചെയ്യും. ഓക്കെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അവര് പോയി, നമ്മള് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാട്ടോ. അനിമോളോടെ പോയി. എന്താ അനിമോൾ ഇവിടെ എന്റെ ഇടയിലുണ്ട്. ഓ, ആ കുട്ടികളും വന്നിട്ടോ അത് കഴിക്കാന്. ഫ്രണ്ട്സ്, ഞങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ കാലിനെന്തോ പറ്റിയിട്ടുണ്ടല്ലോ കേട്ടാ. കാലിനെന്തോ പറ്റിയിട്ടുണ്ട്. അതോടൊക്കെ ഇതാവണ്. അമ്മണിയെ നമുക്ക് കിടക്കാൻ പോവാ. ആമണി എപ്പോഴും ബ്ലാക്കിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ബ്ലാക്കിനെ വിടാനും ചോറ് കൊടുക്കാനും ഒക്കെ ആമണി ഉണ്ടാവും കേട്ടോ. ഇതാ ദേവൂട്ടെന്താ അവിടെ നിൽക്കണു. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്ര കേട്ടോ. മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.